ഹായ് ഫോക്സ്. സോ ഒരുപാട് നാളായിട്ട് ICT പുഷ് ചെയ്യുന്നൊരു മോഡലാണ്, എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നൊരു മോഡലാണ്. ICTയുടെ ആ ഒരു ഹോൾ ഫ്രെയിം വർക്ക് സമ്മറൈസ് ചെയ്തൊരു സിമ്പിൾ സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾക്ക് ഒരു നാപ്കിൻ്റെ ബാക്കിൽ എഴുതാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആക്കാൻ പറ്റിയാൽ ആ ഒരു റൂൾ വെച്ചിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു സിംപ്ലിസിറ്റി മോഡൽ. സോ ഇത് നിങ്ങൾക്ക് 15 മിനിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ POIയും DOLും നോക്കാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് 1 മിനിറ്റ്സിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. POIയും DOLിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റീവ് ആണ്, നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഒരു ഡയറക്ഷനാണ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് തിരിയുന്ന സ്ഥലമാണ്, ആ ഒരു ലിക്വിഡിറ്റി റേഡോ അല്ലെങ്കിൽ ഒരു ഇൻഎഫിഷ്യൻസി റീബാലൻസിങ്ങോ ആണ്. സോ ഒരുപാട് ഇയേഴ്സ് ആയിട്ട് ICT പുഷ് ചെയ്യുന്നൊരു മോഡലാണ് സിംപ്ലിസിറ്റി മോഡൽ. സോ അതിൻ്റെ റൂൾസ് നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യമായിട്ടുള്ളത് തന്നെ നമുക്കൊരു ഡ്രോൺ ലിക്വിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യാം. മോസ്റ്റ്ലി എൻവോഗ് ആയിരിക്കാം, പ്രീവിയസ് ഡേ ഹൈ ലോ, അല്ലെങ്കിൽ നമുക്ക് സെഷൻസ് ഹൈ ലോ. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എൻവോഗിന്റെ ഹൈസ് ലോസ് മിഡ് പോയിന്റ്, പ്രീവിയസ് ഡേ ഹൈ ലോ ആൻഡ് നമുക്ക് സെഷൻസിന്റെ ഹൈ ലോസ്. സോ ഇതാണ് ആ ഒരു പ്രീവിയസ് ഡേ ലോ, അല്ലെങ്കിൽ ഇതാണ് ആ ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് വെക്കുക. അപ്പം നിങ്ങൾ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ബൈ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ പ്രൈസ് ആദ്യം താഴേക്ക് വന്ന് ആ ഒരു പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഡേ ഹൈയിലേക്ക് പോവുക. അല്ല നിങ്ങൾ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് പിന്നീട് നിങ്ങളുടെ പ്രീവിയസ് ഡേ ലോ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലേക്ക് തിരിച്ചിറങ്ങുക. അത് നിങ്ങളുടെ POI DOL സബ്ജക്റ്റീവ് ആണ്. നിങ്ങളപ്പോൾ ഒരു POI അല്ലെങ്കിൽ ഒരു POI ചൂസ് ചെയ്യുക, അത് നിങ്ങളുടെ DOL നിങ്ങളുടെ ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് സബ്ജക്റ്റീവ് ആയിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഇപ്പോൾ സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു നിങ്ങളുടെ ഡ്രോൺ ലിക്വിഡിറ്റി എങ്കിൽ പ്രീവിയസ് ഡേ ലോ എടുക്കാനായിട്ട് മാർക്കറ്റിനെ എക്സ്പെക്ട് ചെയ്യുക. ആൻഡ് ഒരു പ്രീവിയസ് ഡേ ലോയിൽ നിന്ന് പ്രീവിയസ് ഡേ ഹൈയിലേക്കുള്ള മൂവ്മെന്റ്സ് നോക്കുക. ആൻഡ് അത് മോസ്റ്റ്ലി ഒക്കർ ചെയ്യുന്നത് നമുക്ക് 10/50 മാക്രോയിലാണ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മാക്രോ ടൈമിലാണ്. നമുക്കിപ്പം ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ആ ഒരു ലഞ്ച് മാക്രോ ആണ്. നമുക്ക് മാർക്കറ്റ് 9:30 സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട് തന്നെ 9:50 to 10:10 അതേപോലെ തന്നെ 10:50 to 11:10 ആ 2 മാക്രോസും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ട്രേഡ്സിലും ഈ 2 മാക്രോസ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു റെയ്ഡ് ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് റീപ്രൈസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ റീസെന്റ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആഫ്റ്റർ ഒരു ലിക്വിഡിറ്റി റെയ്ഡ് ഓർ ആ ടേർട്ടിൽ സോപ്പ്, നമുക്കതൊരു വാലിഡ് ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി ചെയ്യുന്നതാണ് ആക്ച്വലി 2022 മോഡൽ എന്ന് തന്നെ പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ റൂൾസ് ആയിട്ട് വരുന്നത്. പിന്നീട് നമുക്കുള്ളത് നമുക്ക് ആ ഒരു റിസ്കിന്റെ അലൈൻമെന്റും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പാർഷ്യൽസ് എടുക്കുന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഡീലിംഗ് റേഞ്ചിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ട്രേഡ്സ് നോക്കാൻ പറ്റും. കാരണം ഞാൻ ആ ഒരു ഡീലിംഗ് റേഞ്ചസിന്റെ മൾട്ടിപ്പിൾ വീഡിയോസ് റീസെന്റ് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കറണ്ട് ഡീലിംഗ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം അൺറിയലൈസ്ഡ് ഡീലിംഗ് റേഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് റിവേഴ്സ് ആവും പുതിയൊരു ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ട്രേഡിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു റിയൽ ലൈഫ് ചാർട്ട് എക്സാമ്പിൾ നോക്കാം. ഇത് യൂറോ USDയുടെ ചാർട്ടാണ്, നിങ്ങൾക്ക് കണ്ടാലും കാണാം. നമ്മുടെ 15 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി റേഡ് ചെയ്തു, തിരിച്ച് ഇൻഎഫിഷ്യൻസിയിലേക്ക് വന്നു. നമുക്കത് ഒന്നെങ്കിൽ ഈ ഒരു ഇൻഎഫിഷ്യൻസി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഈ ഒരു ഇൻഎഫിഷ്യൻസി എടുക്കാം. ഈ 2 ഇൻഎഫിഷ്യൻസി എടുത്താലും കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ലോയിൽ വന്നിട്ടാണ് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ കാണാം, ഇത് ആ ഒരു ആഫ്റ്റർനൂൺ സെഷൻ ടു മാർക്കറ്റ് ക്ലോസ് ഏഷ്യൻ സെഷൻ ഒക്കെയാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ കാണുന്നത്. അതിനുശേഷം ആ ഒരു പ്രൈസ് റേഞ്ച് വിട്ടു, നേരെ നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി ഹൈ എടുത്തു, തിരിച്ച് ഇന്റേണൽ റേഞ്ചിലേക്ക് വന്നു. സോ തിരിച്ച് ഇന്റേണൽ റേഞ്ചിലേക്ക് വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന സ്ഥിതിക്ക് നമുക്ക് പിന്നീടുള്ള ഒരു ഗ്യാപ്പ്, നമുക്കിവിടെ ഗ്യാപ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പാണ് ഈ ഒരു വിക്ക്. നിങ്ങൾക്കിപ്പോൾ ഒരു വിക്ക് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ആ ഒരു വിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്തു, മൈനർ ബൈ സൈഡ് ലിക്വിഡിറ്റി. ആൻഡ് ഓർ നമുക്ക് ആ ഒരു ഫ്രൈഡേ ഹൈ, ലാസ്റ്റ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ ടേക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാം, ആ ഒരു ഫ്രൈഡേ ഹൈ അവിടെ എടുത്തിട്ടില്ല. ആ ഒരു ഫ്രൈഡേ ഹൈ അവിടെ എടുക്കാത്തതിന്റെ കാരണം അത് അവിടെ നമുക്കൊരു SMT ആയിട്ടുണ്ട്, അത് ഡോളർ അവിടെ അത് പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന്റെ ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോകുന്നില്ല. നമ്മളുടെ മേജർ ട്രേഡിംഗ് അസറ്റ് എന്ന് പറയുന്നത് നാസ്ഡാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നാസ്ഡാക്കിൽ തന്നെ എക്സാമ്പിൾസ് നോക്കാം. ആ ഒരു 9:30 ഓപ്പണിംഗ് പ്രിഫറൻസസിന്റെ ബേസിസിൽ. സോ ഇത് നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിംപ്ലിസിറ്റി മോഡലിന്റെ ഒരു നാസ്ഡാക്കിലെ ട്രേഡ് എക്സാമ്പിൾ ആണ്, ഒരു ബെയറിഷ് ട്രേഡ് ആണ്. സോ 15 മിനിറ്റിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഏഷ്യയുടെ ഹൈ ആണ്. നിങ്ങൾ ആ ഒരു റൈറ്റ് സൈഡ് ഓഫ് ദ ചാർട്ടിൽ നോക്കിയാൽ മതി, ഏഷ്യയുടെ ഹൈ ആണ്. ആ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയി, ഇതാണ് എക്സാക്ട്ലി ആ ഒരു 9:30 ഓപ്പൺ. നമ്മുടെ മാർക്കറ്റ്
ഒരു പോയിന്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഗ്യാപ്പ് ഏകദേശം ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. പോയിന്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് മാർക്കറ്റ് പോയി ഒരു സ്പെസിഫിക് പോയിന്റ് വന്നപ്പോൾ നിങ്ങളൊരു കാര്യം കണ്ടാൽ കാണാം, നമുക്ക് ആ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു എന്താ പറയാ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ അതിൽ പറഞ്ഞു, ഞാൻ റീസെന്റ് ടെലഗ്രാമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പറയുന്ന SMT 369 പോലത്തെ ഗിമ്മിക്സിലും കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ നമ്മൾ സീരിയസ് ആയിട്ട് ഫണ്ടമെന്റൽ ICT കോൺസെപ്റ്റ്സ് ഓതേർഡ് ബൈ മൈക്കിൾ ജെ ഹഡിൽസൺ, നമ്മൾ വേ ഫണ്ടമെന്റൽസിലോട്ട് ഇറങ്ങുവാണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്, ഈ ഒരു സെല്ലിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സെല്ല് ഗ്രാബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറെ പേര് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ ബയാസ് എന്ന സെല്ലായിരുന്നു കാണാം. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു പ്രൈസ് ആക്ഷൻ ലൈക്ക് അവർ ഫൂളിഷ് ആയിട്ട് മേ ബി ഈ ഒരു ഇതിനെ മാനിപ്പുലേഷൻ ആയിട്ട് എടുത്തിട്ട് മേ ബി അവിടെ നിന്ന് സെല്ല് ചെയ്ത് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് താഴെ വരാം. 1 മിനിറ്റിൽ കംപ്ലീറ്റ്ലി ഫൈൻ. നമുക്കത് ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ആ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ നടന്നിരിക്കും. നമുക്ക് 9:30 മാർക്കറ്റ് ഓപ്പൺ ഇവിടെ ആയിരുന്നു. പ്രൈസ് താഴോട്ട് മാനിപ്പുലേറ്റ് ചെയ്തു, നമുക്ക് മുകളിലോട്ടുള്ള പ്രൈസ് ആക്ഷൻ, അല്ലെങ്കിൽ മേളിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്തു, താഴോട്ടുള്ള പ്രൈസ് ആക്ഷൻ. അപ്പം നമ്മൾ ആ ഒരു സംസാരിക്കുന്ന ട്രേഡ് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു സെൽ പ്രൈസ് ആക്ഷൻ ആണ്. സോ ആ ഒരു പ്രൈസ് ആക്ഷൻ അല്ല, നമ്മളിത് എന്താ പറയാ, ആ ഒരു നോയ്സും കാര്യങ്ങളും ഹൈ റിസ്ക് ട്രേഡ്സും ഒക്കെ മാറിയിട്ട് നമ്മൾ ആ ഒരു സെഷൻ ഹൈസ് ഓർ ലോസ്, പ്രീവിയസ് ഡേസ് ഹൈസ് ഓർ ലോസ് ഓർ എൻവോഗിന്റെ ബേസിസിലാണ് ഈ ട്രേഡ്സ് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും നിയറസ്റ്റ് ഉള്ളൊരു ഇതെന്ന് പറയുന്നത് സെഷൻ ഹൈ ആണ്. മാർക്കറ്റ് സെഷൻ ഹൈ പേർ ചെയ്തു, മാർക്കറ്റ് ഡ്രോപ്പ് ആയി, ആൻഡ് ആ ഒരു എഞ്ചിനീയർ ചെയ്ത ലിക്വിഡിറ്റി എടുത്തു ഫസ്റ്റ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനുശേഷം നമുക്കൊരു ഓൾഡ് ലോ നമുക്ക് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രോൺ ലിക്വിഡിറ്റി ഈ ഒരു ലോയും അതേ കണക്ക് തന്നെ നമ്മളുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സെഷൻ ഹൈ ആയിരുന്നു. സോ മാർക്കറ്റിന് ഇവിടെ നോക്കുവാണെങ്കിൽ 9:30 ശേഷം നോയ്സ് ക്യാൻഡിൽ ഫുള്ള് നോയ്സും ടൈം ഡിസ്റ്റോർഷനും. അപ്പോൾ ഇതെന്തിനാണ് അവിടെ നടക്കുന്നത്? നിങ്ങളെ ഫറ്റീഗ് ആക്കാനും നിങ്ങളെ മെന്റലി എക്സോസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വളരെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ മാർക്കറ്റിനോട്ട് ഉള്ളൊരു ട്രസ്റ്റ് നഷ്ടപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു ബാഡ് പ്രൈസ് ആക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ബ്രേക്കർ. ആക്ച്വലി ആ ഒരു ബ്രേക്കർ ആക്ച്വലി പ്രൈസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ആ ഒരു ബ്രേക്കർ തരുന്നുണ്ട്. ആ ഒരു സെയിം എന്താ പറയാ ആ ഒരു ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഫോർത്ത് എൻട്രി, ഫിഫ്ത്ത് എൻട്രി, സിക്സ് എൻട്രി, അങ്ങനെ 6 പ്രാവശ്യം നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നു. അതിനുശേഷം പ്രൈസ് ഡ്രിപ്പ് ഓഫ് ആയി, ആൻഡ് അത് നടന്നിരിക്കുന്നത് നമുക്ക് 1250 മാക്രോയ്ക്കാണ്. ഇവിടെ നമുക്ക് 1050 മാക്രോയ്ക്കാണ് ഒരു റിവേഴ്സിൽ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു IFEGയുടെ ബേസിസിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു ബ്രേക്കറിന്റെ ബേസിസിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പ്രൈസ് ഡ്രൂൾ ചെയ്ത് അവേഴ്സ് ലേറ്റർ നിങ്ങൾ TP അടിക്കും. സോ ഇത് നമ്മുടെ 9:30 മോഡൽ പോലെ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. 9:30 നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോബ്ലി നിങ്ങൾ ഈ ഒരു സെല്ല് എടുത്തേക്കാം, ഇതൊരു അത്യാവശ്യം നല്ല മൂവ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഈ ഒരു സെല്ല് എടുത്തേക്കാം, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ലോ എഞ്ചിനീയർ ചെയ്യുന്ന ആ ഒരു സെല്ല് നിങ്ങൾക്ക് എടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വിക്ക് ബൈ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൈ ക്യാപ്ചർ ചെയ്തേക്കാം. പക്ഷെ ഇതിലോട്ട് വരാൻ നേരത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ ഈ ഒരു ബൈ പോലും നിങ്ങൾ ക്യാപ്ചർ ചെയ്തേക്കാം. പക്ഷെ ഇതിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ആ ഒരു ഹാർഡ് കോർ ICT കോൺസെപ്റ്റ്സിലോട്ട് ഇറങ്ങുവാണ്. സോ നമുക്ക് മാർക്കറ്റ് ആ ഒരു POI പേർജ് ചെയ്തു. ആ ഒരു POI പേർജ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് മാക്രോയിലാണ്. ആ ഒരു POI ടേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ബ്രേക്കർ ഫോം ചെയ്തു. നിങ്ങളുടെ ഗ്യാപ്പ് ഇവിടാണ്, നിങ്ങളുടെ സെക്കൻഡ് പെയർ ഓഫ് ഗ്യാപ്സ് ഇവിടാണ്. നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു IFEGയുടെ ബേസിസിലും ആ ഒരു ട്രേഡ് നിങ്ങൾക്ക് ടേക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം അനുസരിച്ച് നമുക്കൊരു നറേറ്റീവ് ഉണ്ടായിരുന്നു. ഓവറോൾ ബയാസ് ബെയറിഷ് ആയിരുന്നു, ആൻഡ് അടുത്ത ഡ്രോൺ ലിക്വിഡിറ്റി ആ ഒരു ഓൾഡ് ഡെയിലി ലോഡ് അടുത്തായിരുന്നു. ആൻഡ് എക്സാക്ട്ലി ആ ഒരു ഓൾഡ് ഡെയിലി ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ലോ മാർക്കറ്റ് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് മാർക്കറ്റ് റൂൾ ചെയ്ത് വളരെ ഡീപ്പായിട്ട് പോകുമെന്നാണ് ആ ഒരു ലിക്വിഡിറ്റി അവിടെ എഞ്ചിനീയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഈ മൂവ്സ് ഒക്കെ മിസ് ചെയ്താലും നിങ്ങൾ അത്ര എന്താ പറയാ ഫിയർഫുൾ ആയിട്ട് തന്നെ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മിസ് ചെയ്താലും എന്താ പറയാ അത് വർക്കൗട്ട് ആവും. ഗൈസ്, നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാനായിട്ടിരിക്കുന്ന ഈ ഒരു ഹൈ സ്റ്റഡി ചെയ്യുക കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ക്ലാസിക് ഹൈ ഫോർമേഷൻ ആണ്. ഈ ഒരു ഹൈ എക്സാക്ട്ലി ഏഷ്യ ഹൈയിലൊക്കെ ഫോം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതൊരു ക്ലാസിക് സെൽ മോഡലാണ്. ഇതാണ് നിങ്ങളുടെ മാർക്കറ്റ് മേക്കർ മോഡൽ. മാനിപ്പുലേഷൻ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ്, റൈറ്റ് സൈഡ് ഓഫ് ദ കർവ്. ഒരു ക്ലാസിക് ഹൈ ഫോർമേഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് നോക്കാനുള്ളത്, നമുക്ക് ആഫ്റ്റർ 9:30 പ്രൈസ് ഓപ്പൺ ആയി, നമുക്ക് താഴോട്ട് പോയി. എല്ലാവരും വിചാരിച്ചു ആ ഒരു ഒബ്ജക്റ്റീവ് എടുത്തിട്ട് പ്രൈസ് തിരിച്ച് മുകളിലോട്ട് വന്നു. പക്ഷേ ഇവിടെ ആ ഒരു ഒബ്ജക്റ്റീവ് എടുത്തിട്ടില്ല. ആൻഡ് ആൽഗോരിതത്തിന് ആ ഒരു മിസ്റ്റേക്ക് പറ്റത്തില്ല. എടുത്തു എന്നുള്ള രീതിയിലല്ല, ഇതൊരു 1 ടിക്കിന്റെ ഡിഫറൻസ് ആണെങ്കിലും ആൽഗോരിതത്തിന് മിസ്റ്റേക്സ് പറ്റില്ല. കാരണം നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് ഹാർഡ് കോഡർ അല്ലെങ്കിൽ ഒരു വോളണ്ടിയറിലായിട്ടൊരു നമ്പർ
പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കമ്പ്യൂട്ടർ തെറ്റില്ല. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതൊരു എഞ്ചിനീയർഡ് ലോ ആണ്. നമുക്ക് ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ തന്നെയാണ് ആക്ച്വലി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഈക്വൽ ലോ മാർക്കറ്റ് എടുക്കാനായിട്ട് തിരിച്ചു വരും. സോ അവിടെ ആ ഒരു ലോ ബിൽഡ് ചെയ്തു. ആ ഒരു പ്രീവിയസ്ലി ഓൾഡ് ഡെയിലി ലോയുടെ കൂടെ തന്നെ ഈ ഒരു ലോയും കൂടെ നമുക്ക് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു മേടിച്ചു. സോ ഗൈസ്, ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് അറിയാം. ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞ കണക്ക് ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിക്കോളും. സോ നമുക്ക് ഈ ഒരു ലോ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തില്ല. മാർക്കറ്റ് ഇൻസ്റ്റഡ് വെൻ്റെ ഒരു പ്രോപ്പർ POIയിൽ ആ ഒരു പ്രോപ്പർ POI ചെന്നിട്ട് താഴ്ന്നു. നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ലോ എടുത്തിട്ട് ആ മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റിന് പിന്നെ താഴേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മാർക്കറ്റ് ഈ ലോ എടുത്തിട്ട് മുകളിലോട്ട് പോയിരുന്നെങ്കിൽ ഏഷ്യൻ ഹൈ എടുത്തു, ഏഷ്യൻ ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മൾ പിന്നെ മുകളിലോട്ട് പോകായിരുന്നു. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡെയിലി ലോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഏഷ്യൻ ഹൈ എടുത്തു. അതൊരു ബ്യൂട്ടിഫുൾ ബൈ ട്രേഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഇങ്ങനെ നടന്നിട്ടില്ല. സോ ഇതൊരു ബ്യൂട്ടിഫുൾ സെൽ ട്രേഡ് ആണ്. മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ തേർഡ് നോക്കുവാണെങ്കിൽ ആസ് പെർ ദ മോഡൽ നമ്മൾ പ്രൈസിന് വെയിറ്റ് ചെയ്യണം ഒരു ഒപ്പോസിംഗ് സൈഡ് ലിക്വിഡിറ്റി എടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഏഷ്യൻ ഹൈ ആയിരുന്നു ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, ഒരു നമ്മുടെ ഒപ്പോസിംഗ് സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രോൺ ലിക്വിഡിറ്റി ആ ഒരു പ്രീവിയസ് ഓൾഡ് ഡെയിലി ലോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഒപ്പോസിംഗ് സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ബെയർ മിനിമം ആയിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു ഏഷ്യൻ ഹൈ ആണ്. നമുക്ക് നാലാമതുള്ളത് ആ ഒരു ഏഷ്യൻ ഹൈ ലിക്വിഡിറ്റി നമുക്ക് ആ ഒരു മാക്രോ ടൈമിൽ അറ്റ് ഓർ അറൌണ്ട് ആ ഒരു മാക്രോ ടൈമിൽ അല്ലെങ്കിൽ ഡ്യൂറിങ് ആ മാക്രോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു മാക്രോ. ഡ്യൂറിങ് ആ മാക്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആക്ച്വലി ഒരു 20 minute വിൻഡോ ആണ്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു മാക്രോ ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുവാണ് ആൻഡ് മാക്രോയിൽ ഈ ഒരു ക്യാൻഡിൽ മാക്രോയിൽ കയറിയതും ഓടി ചെന്നാൽ ലിക്വിഡിറ്റി എടുത്തെങ്കിൽ അതൊക്കെ കൺഫേം റിവേഴ്സൽ എന്നൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ആണ്. ആക്ച്വലി അതൊക്കെ കണ്ടുവരുന്ന ഒരു ഒബ്സർവിങ് കാര്യങ്ങളാണ്. കാരണം ഒരുപാട് നാളായിട്ട് ആ ഒരു മാക്രോ ടൈമിൽ ഓടിപ്പോയി ഒരു ഫേക്ക് ഡയറക്ഷൻ തന്നിട്ട് നിങ്ങൾ ആലോചിച്ച് മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇവിടുന്ന് ഭയങ്കര എക്സ്പ്ലോസീവ് മൂവ് കൊടുക്കുമ്പോൾ ആൾക്കാരിലേക്ക് ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബൈ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷേ ഇറ്റ് ഫെയിൽസ്. കാരണം നമ്മളൊരു ഏഷ്യൻ ഹൈ ഡ്രോൺ ലിക്വിഡിറ്റിയുടെ ബേസിസിൽ നിൽക്കുവാണ്. ആൻഡ് നമ്മളുടെ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു എഞ്ചിനീയർ ലിക്വിഡിറ്റി. ഗൈസ്, ഞാനേ ഫഹദിന്റെ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ കുറച്ച് പേര് എനിക്ക് കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ മൾട്ടിപ്പിൾ ഏരിയസ് ഇട്ട് തന്നു. സോ അതൊന്നും അല്ല ആക്ച്വലി ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചാർട്ടിൽ ഒരു ഡ്രോയിങ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് മാർക്കറ്റിൽ പക്കായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റും. സോ ഫിഫ്ത്ത് പോയിന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് IFEG ഫോമായിട്ടുണ്ട്. നമ്മുടെ എൻട്രി പ്രോട്ടോകോൾ ആണ്. ആൻഡ് നമുക്ക് 6 നോക്കുവാണെങ്കിൽ പ്രൈസ് ആ ഒരു ടൈം ഡിസ്റ്റോർഷൻ ലൈക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈം ലൈക്ക് നമുക്ക് ഇവിടെ നിന്നൊക്കെ നമ്മുടെ എൻട്രീസ് നോക്കാം. OBയുടെ ബേസിസിൽ ഇങ്ങനെയൊക്കെ എൻട്രി നോക്കാമെന്നാണ് ടു ഡ്രോൺ ലിക്വിഡിറ്റി. ഞാൻ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് ലൈക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ലോ ഫോമായി ഗ്യാപ്പ് ഉണ്ടായി, ഈ ഒരു ബ്രേക്കറിന്റെ ബേസിസിൽ തന്നെ എൻട്രി ചെയ്ത് താഴെ പോവുക. നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ 930 മോഡൽ അല്ല ഇൻസ്റ്റന്റ് TPO കാര്യങ്ങളോ അടിക്കില്ല. സോ അതിന്റെ ബേസിസിൽ നമ്മൾ പ്രൈസിനെ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസ് നിങ്ങൾ ഈ ഒരു ഇതിന്റെ ബേസിസിൽ സ്റ്റോപ്പ് ലോസിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാൻഡലിന്റെ ഹൈയിൽ വെക്കാം. പക്ഷേ നോർമൽ മോഡൽ പ്രകാരം നമ്മൾ ഇവിടാണ് വെക്കുന്നത്. ഓർ IFEGയുടെ ഹൈയിലും വെക്കാൻ പറ്റും. ഞാൻ 930 മോഡൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ഗ്യാപ്പ് ഫോമായ ക്യാൻഡലിന്റെ ഹൈയിൽ വെക്കാനാണ്. നമുക്ക് ഒരു കണ്ടിന്യൂസ് ഗ്യാപ്പ് ഇല്ല. അപ്പം റെക്കമെൻഡഡ് നമുക്ക് ഈ ഒരു IFEGയുടെ മോഡൽ വെക്കാനായിട്ടാണ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ. ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ മൾട്ടിപ്പിൾ ചാർട്ട്സിലും കാര്യത്തിലും ഒക്കെ ആയിട്ട്. സോ നമുക്ക് ESന്റെ എക്സാമ്പിളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ESന്റെ എക്സാമ്പിൾ നോക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് റൂൾസ് വേണം. നമുക്കൊരു DOL വേണം, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലിക്വിഡിറ്റി റേറ്റ് കിടക്കണം, ഫസ്റ്റ് പെർസെൻറ്റേജ് ഗ്യാപ്പ് എൻട്രി ചെയ്യണം, റിസ്ക്. സോ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു 930 ഓപ്പൺ ആയി നമുക്കൊരു പ്രോപ്പർ ലിക്വിഡിറ്റി വേണം. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി നമുക്ക് മാർക്കറ്റ് ഓപ്പണിന് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് മിഡ് നൈറ്റ് അറൗണ്ട് നമുക്ക് ഇവിടെ നമുക്ക് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർ നമുക്ക് ഈ ഒരു എന്താ പറയുക ഇൻഎഫിഷ്യൻസി നമുക്ക് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓർ നമുക്ക് ഇതിന്റെ മൂന്നിന്റെയും കൂടെ ആയിട്ട് അൺടാപ്ഡ് ആയിട്ട് എൻവോഗിന്റെ ലോയുണ്ട്. എൻവോഗിന്റെ ലോയും കാട്ടി പ്രയോറിറ്റി ഈ ഒരു വീക്ക്ലി ഓപ്പൺ തന്നെയാണ്. സോ നമുക്കൊരു വീക്ക്ലി ഓപ്പണും അൺടച്ച്ഡ് ആയിട്ട് കിടപ്പുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പം 930 മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയി നേരെ ചെന്ന ഒരു ലിക്വിഡിറ്റി റേഡ് നടത്തി. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ആണ്. ഈ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രീവിയസ് ഡേയുടെ ഹൈയിൽ ഫോം ആയിട്ടുള്ള ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. സോ പ്രീവിയസ് ഡേയുടെ ഹൈയിൽ ഫോം ആയിട്ടുള്ള ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേയുടെ എന്തെങ്കിലും ഒരു PM സെഷൻ ബേസ്ഡ് ഒരു ലിക്വിഡിറ്റി ആയിരിക്കണം. സോ
ആ ഒരു സ്പെസിഫിക് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വന്നു ഡ്യൂറിങ് ആ ഒരു മാക്രോ ടൈമാണ്. ആൻഡ് ഇതൊരു 9:30ക്ക് ശേഷം പെട്ടെന്ന് തന്നെയാണ് മാർക്കറ്റ് ഓടി വന്നത്. ആക്ച്വലി ഇതൊരു 9:30 മോഡലിന്റെ ബേസിസിലാണ് നടന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് എൻട്രിക്ക് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ട് TP-യിലോട്ട് എന്താ പറയുക പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ മാർക്കറ്റ് കണ്ടിറങ്ങണം. 9:30ക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി, മാനിപ്പുലേറ്റ് ചെയ്തു, അൺവാണ്ടഡ് യൂസ്ലെസ് പ്രൈസ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു, വളരെ പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ നിങ്ങളുടെ നിങ്ങളുടെ ബൈ സൈഡ് ഓഫ് ദ കർവ്, നിങ്ങളുടെ സെൽ സൈഡ് ഓഫ് ദ കർവ്. സോ നമുക്ക് ഇവിടുത്തെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 9:30 ഓപ്പണിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോയി നമുക്കൊരു പ്രീവിയസ് ഡേ ഹൈയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, പ്രീവിയസ് ഡേ ഹൈ എടുത്തു, അതിന് മുകളിലുണ്ടായിരുന്ന ഒരു എഞ്ചിനീയർഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. പ്രോബബ്ലി ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആവാനായിരുന്നു അതിനുള്ള ചാൻസ്, കാരണം പ്രീവിയസ് ഡേ ഹൈയും അതിന്റെ മുകളിലുള്ള ഒരു ലിക്വിഡിറ്റിയും. ഓക്കെ, സോ നമുക്ക് ഇവിടെ കണ്ടാൽ കാണാം പ്രീവിയസ് ഡേ ഹൈ ഇവിടെയാണ്, അതിന്റെ മുകളിലുള്ള ഒരു ലിക്വിഡിറ്റി ഇടാണ്. ആൻഡ് അവർ എക്സാക്ട്ലി നമുക്ക് പ്രീവിയസ് ഡേ ഹൈ എടുത്ത് അതിനുശേഷം നമ്മൾ ആ മറ്റേ ഒരു ഹൈയിലോട്ട് പോയപ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു എക്സാക്ട് ആ ഒരു മാക്രോയ്ക്ക് തൊട്ട് മുമ്പാണ് ആ ഒരു ഹൈ എടുത്തിരിക്കുന്നത്. അതിനുശേഷം പ്രൈസ് അവിടെ നിന്ന് ഡ്രിപ്പ് ഓഫ് ആയി, അതിനുശേഷം പ്രൈസ് തിരിച്ച് ഒന്നുകൂടെ കയറി ഒരു പ്രോപ്പർ റെയ്ഡ് നടത്തി. ഗൈസ്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇതാണ് ഞാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു റീസെന്റ് ഞാൻ റിലീസ് ചെയ്ത ആ ഒരു PDRA തിയറി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിലും എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി റിയൽ ലിക്വിഡിറ്റി റേറ്റ്, ഈ ഒരു റിയൽ ലിക്വിഡിറ്റി റേറ്റ് പ്രകാരമുള്ള ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഫേക്ക് റൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആക്ച്വലി. ഓക്കെ, സോ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഈ ഒരു ലോൺ എടുത്തു, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, അതിനുശേഷം പ്രൈസ് മേളിൽ പോയി നമുക്ക് ഈ ഒരു ഹൈ എടുത്തു, ഈ ഒരു ഹൈ എടുത്തു. സോ ഈ ഒരു ഏരിയ ഡീപ്പായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് അതൊരു സ്പെസിഫിക് മാജിക്കോ കോൺസെപ്റ്റോ ആയിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ മോസ്റ്റ്ലി ആൾക്കാർ ഇത് ഇഗ്നോർ ചെയ്യുമായിരിക്കും. നിങ്ങളൊക്കെ വന്നിട്ട് ഒരു സോഴ്സ് നോക്കിയിരിക്കുമായിരിക്കും. അതിനെക്കാട്ടി ഗൈസ് നിങ്ങളെ ഫണ്ടമെന്റൽസ് ശരിയാക്കുക. ഞാൻ റീസെന്റ് ഒരു പ്രൈവറ്റ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കൊരു കുറേ സോഴ്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ഫണ്ടമെന്റൽസ് നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ ഡ്രോ ഓൺ ലിക്വിഡിറ്റി, ഇത് ഒരു സിമ്പിൾ അനാലജി പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ബോഡി ബിൽഡിംഗ് ചെയ്യുവാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മസിൽസും ഫണ്ടമെന്റൽസും കാര്യങ്ങളും ഒരു ബേസ്മെന്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസോ അനബോളിക്സോ അതേപോലെ എന്തെങ്കിലും പെപ്റ്റൈഡ്സോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ ഒരു ഗിമ്മിക്സും കാര്യങ്ങളും യൂസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫണ്ടമെന്റൽസ് തന്നെ നിങ്ങളുടെ എന്താ പറയുക ബേസ് സെറ്റ് ആയിരിക്കണം. കാരണം ഈ ഒരു എഞ്ചിനീയർഡ് നിങ്ങൾ കാണാറുണ്ട് എൻ്റെ ട്രേഡ്സ്, ഞാൻ ഈ ഒരു ഹൈ ഞാൻ സെല് ചെയ്യാറില്ല, ഈ ഒരു IFEGയിൽ ഞാൻ വീഴാറില്ല, ഈ ഒരു ഹൈ ഞാൻ എടുക്കാറില്ല, ഈ ഒരു ഹൈ ഞാൻ എടുക്കാറില്ല. സോ ഇതിനൊരു ഫണ്ടമെന്റൽ ഇതുണ്ട്. സോ നമുക്ക് നമ്മുടെ ഗ്യാപ്പ് ഇവിടെ ഫോമായി, നമ്മുടെ ലോ ഇവിടെ ഫോമായി, നമ്മുടെ രണ്ടാമത്തെ ഗ്യാപ്പ് ഇവിടെ ഫോമായി, നിങ്ങളുടെ ബ്രേക്കർ ബ്ലോക്ക്, നിങ്ങളുടെ എൻട്രി താഴേക്ക്. ബ്യൂട്ടിഫുൾ അല്ലേ? സോ ഇതിനകത്ത് ബാക്കി പോയിന്റ്സും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് ഇറങ്ങാം. സോ വൺസ് ആ ഒരു പ്രീവിയസ് ഡേ ഹൈയുടെ ആ ഒരു മുകളിലുണ്ടായിരുന്ന ഒരു ഹൈ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബയാസ് അവിടെ നിന്ന് കൺഫേം ആയി. സോ അതിന് ശേഷം നമ്മൾ കാത്തിരിക്കേണ്ടത് മാക്രോയിൽ നമുക്ക് എൻട്രി, മാക്രോയിൽ നമുക്കൊരു പ്രോപ്പർ റിവേഴ്സൽ ഫോം ആണ്. അപ്പം ഈ ലിക്വിഡിറ്റി റേറ്റ് എടുത്തത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ആ ഒരു ബ്രേക്കർ ഫോം ആവണം. കൂടാതെ IFEGയും നമുക്ക് ഗ്യാപ്പ് ഇവിടെ ഫോമായി, നമ്മുടെ ബ്രേക്കർ ഫോമായി, നമ്മുടെ ഇപ്പുറത്തെ ഗ്യാപ്പ് ഫോമായി. ഇത് ആക്ച്വലി ഒരു IOFED എൻട്രിയും കൂടാണ്. നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ എൻട്രി കിട്ടി. ഇവിടെ നിന്നാണ് എൻട്രി, നിങ്ങൾക്ക് ബൂം. അത് ഇത് 9:30 മോഡൽ ആയതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. ഈ മോഡൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്ക് ആ ഒരു പ്രൈസ് നമ്മളുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസ് ആണ് ഉണ്ടായിരുന്ന ഈ ഒരു പൂൾ ഓഫ് അൺടാപ്ഡ് ഏരിയ, ഈവൻ എൻവോഗിന്റെ ഹൈയും ആക്ച്വലി എൻവോഗും ഇവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ് ഈക്വൽ ലോസും അതേപോലെ എൻവോഗിന്റെ ഓപ്പണും അതേപോലെ റിലേറ്റീവ് ഈക്വൽ ലോസും ഈ ഗ്യാപ്പും അതേപോലെ എൻവോഗിന്റെ ലോയും വീക്ക്ലി ഓപ്പണും അതേപോലെ നമ്മുടെ ആ ഒരു AM സെഷന് മുമ്പ് പ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓവർനൈറ്റ് സെഷൻസിൽ ഉണ്ടാക്കിയ ആ ഒരു ഡെയിലി ലോയും ഈ ഒരു ഇത്രയും ലിക്വിഡിറ്റീസ് അൺടാപ്ഡ് ആയിട്ട് മാർക്കറ്റ്, ഞാൻ എപ്പോഴും പറയണമെങ്കിൽ എല്ലാ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണും വിൽ ബി ഫോളോഡ് ബൈ എ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ. ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. സോ നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സിബിനെ റീബാലൻസ് ചെയ്യുന്നു, റീപ്രൈസ് ചെയ്യുന്നു, ബ്രേക്കറിന്റെ ഫോർമേഷൻ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ്, ലോ, ഗ്യാപ്പ്, നിങ്ങളുടെ ആ ഒരു സിബി, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ, കൺഫർമേഷൻസ്, IOFED എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഫോം ആവുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്ക് ഡ്രോ ആവുന്നു. വളരെ ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ വളരെ കാം ആയിട്ട് ആക്ച്വലി ട്രേഡ് ചെയ്യാം, റാദർ ദാൻ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്സിന്റെ പുറകെ പോയി വെറുതെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിന് പകരം. അപ്പം എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് പറയാനുള്ള ഒരു മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത ലിക്വിഡിറ്റീസിനെയാണ് എനിക്കൊരു മെയിൻ ടേക്ക് അവേ ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നോക്കുക. ഈവൻ ലൈക്ക് ഈ ലോസ് പോലും
എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസ് ആണ്, ഈ ഹൈസും എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസ് ആണ്. സോ ഈ ഒരു ലോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ആണ്. സോ അതൊന്ന് പഠിക്കുക. റിട്രേസ്മെന്റ് അല്ല ഗൈസ്, ഡീപ്പായിട്ട് ടൈം കൊടുക്കേണ്ട, അതേപോലെ തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ. സോ നമുക്ക് നാസ്ഡാക്കിൽ ഈ ഒരു സെല്ലിലെ പ്രൈസ് ആക്ഷൻ നോക്കാം. ഇത് ആക്ച്വലി പിന്നെയും ഒരു ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ ആണ്, ആൻഡ് ഇത് നമ്മൾ മിക്കപ്പോഴും കാണാറുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ്. ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി റെയ്ഡിന് പകരം നടക്കുന്നത് ഒരു ഇൻഎഫിഷ്യൻസി റീബാലൻസിങ് ആണ്. സോ ഇതാണ് നിങ്ങളുടെ ഒരു ഹയർ ടൈം ഫ്രെയിം. മാർക്കറ്റ് ഓവർനൈറ്റിൽ നമുക്ക് ലണ്ടന്റെ പ്രൈസ് ആക്ഷൻ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെയിം നാരറ്റീവ് ഇവിടെ കാണാം. എല്ലാ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണും വിൽ ബി ഫോളോഡ് ബൈ എ ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ. ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ വിൽ ബി ഫോളോഡ് ബൈ ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ. ആൻഡ് മാർക്കറ്റ് ഇവിടുന്ന് ഡ്രോപ്പ് ആയി ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ എൻട്രി ഇവിടാണ്. സോ നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഫോം ആയി, അതിനുശേഷം മാർക്കറ്റ് ഡ്രോപ്പ് ആയി. പക്ഷെ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അവർക്ക് എൻട്രി കിട്ടിയിട്ടില്ല. 9:30 ഓപ്പൺ ആയി, 9:30ക്ക് മാർക്കറ്റ് ഡ്രൂൾ ചെയ്ത് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എല്ലാവർക്കും എൻട്രി എടുത്തു. ആ ഒരു ബ്രേക്കർ അവിടെ സക്സസ്ഫുൾ ആയി. ആൻഡ് ആ ഒരു ബ്രേക്കറിന്റെ 50% മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. എനിക്ക് എക്സാക്ട്ലി ആ ഒരു ബ്രേക്കറിൽ തന്നെയാണ് മാർക്കറ്റ് അവിടെ നിൽക്കുന്നതും. ആൻഡ് മാർക്കറ്റ് അവിടെ നിന്ന് ഡ്രിപ്പ് ഓഫ് ആയി. സോ ഇവിടെ ഇതും ആക്ച്വലി ഒരു 9:30 മോഡലാണ്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, റബ്ബിഷ് പ്രൈസ് ആക്ഷൻ, എല്ലാ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണും ടു ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സാക്ട്ലി അറ്റ് ആ ഒരു മാക്രോയിൽ മാർക്കറ്റ് അവിടെ നിന്ന് ഡ്രിപ്പ് ഓഫ് ആയി. നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് IOFED എൻട്രി ബൂം TP. സോ ഇതും ഒരു വളരെ ഫാസ്റ്റ് മാർക്കറ്റ് ടേക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ എന്താ പറയുക, അതിന് ആ ഒരു മാർക്കറ്റിനെ ആക്സിലറേറ്റ് ചെയ്തത് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ ആണ്. സോ നമുക്ക് ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ 9:30ക്ക് ശേഷം മാർക്കറ്റ് ഒരു ക്ലിയർ ലോ എടുത്തു. ഇറ്റ് ഇസ് ലൈക്ക് ആ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ്, ബെയറിഷ് ആണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആയിരുന്നു. കാരണം മാർക്കറ്റ് അത്രയും നേരം ബെയറിഷ് ആണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് 9:30ക്ക് ശേഷം പിന്നെയും മാർക്കറ്റ് ക്രാഷ് ആയി താഴോട്ട് പോകുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു ഇൻഎഫിഷ്യൻസി ടാപ്പ് ചെയ്തു. അവർ 9:30ക്ക് ശേഷമുള്ള ഈ ക്യാൻഡിലോ നമുക്ക് അല്ലെങ്കിൽ 9:30ക്ക് മുമ്പുള്ള ഈ ഒരു ക്യാൻഡിലോ, ഈ ക്യാൻഡിൽസ് ഒന്നും ആ ഒരു റേഞ്ചിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ആൾക്കാർ വരിക എക്സ്ട്രീം ബെയറിഷ് ആണെന്ന്. ആൻഡ് 9:30ക്ക് ശേഷം മാർക്കറ്റ് താഴോട്ടും കൂടെ പോകുമ്പോഴത്തേക്ക് അവർ ഷുവർ ആയിട്ടും ബെയറിഷ് ആണെന്നായിരിക്കും. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് 9:30ക്ക് ശേഷം താഴേക്ക് പോയിട്ട് മേളിലോട്ട് പോയി. നമുക്കിവിടെ ഈ ഒരു ലോ ആണ് ആക്ച്വലി, ഇതും എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ആണ്. ഈ ഒരു ലോ ക്ലിയർ ചെയ്തിട്ടാണ് മേളിലോട്ട് പോയത്. നിങ്ങൾക്ക് വേണേൽ ഇവിടുന്ന് ഒരു എൻട്രി മേളിലോട്ട് എടുക്കാം, പക്ഷെ ഇത് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണാണ്, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വലിയൊരു ഓവർനൈറ്റ് സെഷനാണ്. ആ ഒരു വളരെ വലിയ ഓവർനൈറ്റ് സെഷനിൽ നിങ്ങൾ ആ ഒരു മാർക്കറ്റ് ഒന്ന് കാമാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. വളരെ വലിയ ഓവർനൈറ്റ് സെഷനും ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺസ് വരുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഒറ്റ ടൈം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു മാക്രോയിൽ പ്രൈസ് ആ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി അറ്റൈൻ ചെയ്തു. നിങ്ങൾക്ക് റിവേഴ്സലിന്റെ സിമ്പിൾസും കാര്യങ്ങളും തന്നു. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഫോം ആയി, ബ്രേക്ക് ഓഫ് ആയി. ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലേക്ക് പ്രൈസ് റിട്രേസ് ആയി ബൂം പെട്ടെന്നുള്ള TP. ആ ഒരു ഗ്യാപ്പ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ് ഫോം ആയി, അവിടെ നിന്നും നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, സോ ഇതും ഒരു ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. തേർഡ് പോയിന്റ് നോക്കാം. പ്രൈസ് ആക്ച്വലി ആ ഒരു എന്താ പറയാ, നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ബാലൻസ് ചെയ്തു. കൂടാതെ തന്നെ ഈ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസും ക്യാൻസൽ ചെയ്തു അറ്റൊരു മാക്രോ ടൈം. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിൽ വന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ റൂൾസ് പ്രകാരം നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി റേഡിന് ശേഷം ഉണ്ടാകുന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അപ്പോൾ ലിക്വിഡിറ്റി റേഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. അവിടെ നിന്നുള്ള എൻട്രി IOFED ടാർഗറ്റ്. സോ ഇതും വളരെ ബ്യൂട്ടിഫുൾ ഒരു പ്രൈസ് ആക്ഷനും എൻട്രിയും ആയിരുന്നു. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക്. സോ ഇവിടെ സൈഡ് നോട്ട് ഉണ്ട്. അത് മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന എക്സാമ്പിൾസ് എല്ലാം സെല്ലായതുകൊണ്ടാണ്. കാരണം നമുക്ക് മാർക്കറ്റ് ഈ ഒരു ഇടയായിട്ട് നമുക്ക് സെല്ലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെൽ എക്സാമ്പിൾസ് മാത്രം കാണിക്കുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാമ്പിളോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് ESന്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ രണ്ട് നാസ്ഡാക്കിന്റെ എക്സാമ്പിൾസ് കണ്ടു. നമ്മൾ രണ്ടാമത്തെ ESന്റെ എക്സാമ്പിൾ നോക്കുവാണ്. നമ്മൾ രണ്ട് ലിക്വിഡിറ്റി റേറ്റ് ബേസ്ഡ് എക്സാമ്പിൾസ് നോക്കി. നമ്മൾ രണ്ട് ഗ്യാപ്പ് ബേസ്ഡ് എക്സാമ്പിൾസും കൂടെ നോക്കുവാണ്. സോ മാർക്കറ്റ് ഗൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കി കാണാം. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, എഞ്ചിനീയർഡ് ലോ, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. ഞാൻ എന്നോട് വന്ന് പലതും ചോദിക്കാൻ നേരത്തെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോസും കാര്യങ്ങളും സ്റ്റഡി ചെയ്യാൻ, ലോസും ഹൈസും ഫോർമേഷൻ സ്റ്റഡി ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങളുടെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആണ്. സോ നമുക്ക് 9:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ഡ്രോൺ ലിക്വിഡിറ്റി വേണം. 9:30ക്ക് മുമ്പ് പ്രൈസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് പ്രീവിയസ് ഡേ ലോ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ ആ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോ ആണ്. സോ നമുക്ക് മാർക്കറ്റ് 9:30ക്ക് മുമ്പ് ബെയറിഷ് ആയിരുന്നു. സോ നമുക്ക് 9:30ക്ക് ശേഷം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് അതിനുശേഷം ലോ എടുക്കണമെന്നാണ്. ഈ ഒരു ലോയും എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ആണ്. റിലേറ്റീവ് ഈക്വൽ ലോസ്, എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി.
മാർക്കറ്റ് ഓപ്പൺ ആയി, മീനിങ്ലെസ് പ്രൈസ് ആക്ഷൻ മേളോട്ട് പോയി, ഈ ഒരു ലിക്വിഡിറ്റീസ് ക്ലിയർ ചെയ്തു. ഈ ഒരു സെല്ല് നോക്കാമായിരുന്നു, യെസ് ഈ ഒരു സെല്ല് നിങ്ങൾക്ക് നോക്കാമായിരുന്നു 930 മോഡൽ പ്രകാരം. അതൊരു മാക്രോ ടൈമും കൂടാണ്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് താഴെ പോയി ഈ ഒരു സെല്ല് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ആ ഒരു പ്രീവിയസ് ഡേ ലോ ആണ്. ആ ഒരു പ്രീവിയസ് ഡേ ലോ എടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു സെയിം എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ കണ്ടാണ്, ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടാണ്. നമ്മൾ ഒരു ടിക്കിന് മാർക്കറ്റ് 2-3 ടിക്സിന് മാർക്കറ്റ് മേളിൽ നിൽക്കുന്നു, ആൽഗോരിതം മിസ്റ്റേക്ക് ഉണ്ടാക്കാറില്ല. സോ മാർക്കറ്റ് അതിനുശേഷം വളരെ ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റൺ തന്ന് മേളിലോട്ട് പോയി. ഈ ഒരു ബെയറിഷ് നറേറ്റീവും ബയാസും എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു ബുള്ളിഷ് നറേറ്റീവ് ആണെന്നുള്ള രീതിയിൽ, കാരണം മാർക്കറ്റ് ലൈക്ക് ഓവർനൈറ്റ് ഫുള്ള് ബുള്ളിഷ് ആയിരുന്നു. സോ നമ്മൾ ഇനിയും ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളൊരു നറേറ്റീവ് കൊടുത്തു. നമ്മൾ നറേറ്റീവ് കൊടുത്ത് എവിടം വരെയാണ്, നമുക്ക് ആ ഒരു 930 ശേഷം ഫോം ആയിട്ടുണ്ടായിരുന്ന ആ ഒരു 930 ശേഷമല്ല, നറേറ്റീവ് കൊടുത്തു. എവിടം വരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു എഞ്ചിനീയർഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെയും, ആ ഒരു ഗ്യാപ്പ് പെർ ചെയ്യുന്നത് വരെയും, ആ ഒരു ഗ്യാപ്പ് പെർ ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഒരു IFEG ഫോമായി, അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോമായി, അതിനുശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് IOFED എൻട്രി കിട്ടി, ഈ ഒരു സെല്ലും. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ 4 എക്സാമ്പിൾസും കണ്ടു. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ചാർട്ട്സിൽ. ഇത് 930 ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മോഡൽ അല്ല, ഇത് ഓവറോൾ ICT ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റ് മേക്കർ എന്നുള്ളൊരു എന്താ പറയാ, ഇയേഴ്സ് ആയിട്ട് ICT മാർക്കറ്റ് മേക്കർ മോഡൽ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഈ സെയിം ഐറ്റം തന്നെയാണ് പലരും എടുത്ത് മോഡിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ CUC എടുത്ത് മോഡിഫൈ ചെയ്തു, അതേപോലെ തന്നെ റയൻ എടുത്ത് മോഡിഫൈ ചെയ്തു, കെയിൻ മോഡിഫൈ ചെയ്തു, ഈവൻ ഞാൻ പോലും മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. നമ്മൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി, ഫാസ്റ്റർ ആക്കി, ഓരോരുത്തരുടെയും വീക്ക്നെസ്സും ഓരോരുത്തരുടെ ലൈക്നെസ്സും അനുസരിച്ച്. പക്ഷെ ആസ് ദ ഫണ്ടമെന്റൽ ഇതാണ് ആ ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്കിൾ ജെ ഹഡിൽസൺ. സോ ഗൈസ്, ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.